ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് ഈവനിങ് സ്നാക്കുമായിട്ടും കഴിക്കാം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഇത് മാംഗ്ലൂർ, ഉടുപ്പി ആ സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്നാക്കാണ്. മലയാളീസിന് അത്ര പരിചയമില്ലാത്ത സ്നാക്കാന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 3 ബനാന എടുത്തിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ജീര, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പോളം മൈദ യൂസ് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് മൈദ എടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് മൂടി വെക്കുക. അപ്പൊ നിങ്ങൾ ഈവനിങ് ആക്കുന്നത് ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ 8 മണിക്കൂർ മൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പൊ ഇതുപോലെ ബോൾസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. കുറെ തിന്നായിട്ടൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇതിനെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ലപോലെ പൊങ്ങി വന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളുടെ ടേസ്റ്റി ബനാന ബൺസ് റെഡിയാണ്. നല്ല എരിവുള്ള തേങ്ങ ചട്നിയൊക്കെ ഇതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.